സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ മുന്നിലാണ്. ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേൽ പ്രതിമയുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 182 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്ത് നർമ്മദ ഡാമിന് മുന്നിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ വഡോദര സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങുകയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബസ് കിട്ടും. വഡോദരയായിരിക്കും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള സ്ഥലം. വഡോദരയിൽ നിന്ന് 90 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഏതാണ്ട് 2 മണിക്കൂർ യാത്രയുണ്ട്. നല്ല അടിപൊളി റോഡും സൗകര്യമുള്ള സ്ഥലമാണ്. ഇതിലെന്തായാലും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിലും അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുക. നമ്മളിതിൻ്റെ മുന്നിൽ കാണുന്ന ഈ എലിവേറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലുന്തോറും ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൂരെ നിന്ന് വരുന്ന സമയത്ത് ചെറിയ എന്തോ ഒരു സംഭവം പോലെ തോന്നുമെങ്കിലും അയ്യോ ഇതാണോ എന്ന് ഓർത്തു പോകുമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ പ്രതിമയുടെ കാലിൻ്റെ ചെറുവിരലിൻ്റെ വലിപ്പം പോലും നമുക്ക് ഇല്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുക. അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയാണ് പുറത്തുകൂടി കറങ്ങി കാണുന്നതിന്. അതുപോലെ ഇതിൻ്റെ അകത്തൂടെ കയറി ലിഫ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ ആ നെഞ്ചിൻ്റെ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും. വ്യൂവിങ് ഗാലറി ഉണ്ട്. 380 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. വരുന്നവർ തീർച്ചയായും വ്യൂവിങ് ഗാലറി വഴി ലിഫ്റ്റ് വഴി മുകളിലും കൂടെ പോയി അവിടെ നിന്നുള്ള ഇതും കൂടെ ആസ്വദിക്കണം. ഇതിൻ്റെ നിർമ്മാണ രീതിയും ഇതിനുള്ളിൽ എത്രയോ ടൺ കണക്കിന് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ ലിഫ്റ്റ് വഴി പോയി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അത് കാണാൻ കഴിയും. അതിൻ്റെ നിർമ്മിതിയും കാര്യങ്ങളൊക്കെ 2018 ഇത് പണി കഴിപ്പിച്ചത്. വഡോദരയിൽ നിന്നും ബസ്സിന് AC ബസ്സിന് 199 രൂപയ്ക്ക് സുഖമായി ഇവിടെ എത്താം. സാധാ ലോക്കൽ ബസ്സിന് 60-70 രൂപ മുതൽ ടിക്കറ്റ് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്ക്. ലേസർ ഷോയും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ എത്തിയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. വന്ന സമയത്ത് ഞങ്ങൾ 5-10 വരെ ശരിക്കും കാണാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആളുകൾ തിരക്കായി വരുന്നുണ്ട്. കാരണം കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയ ആയതുകൊണ്ട് എല്ലാ ടൗണുകളിൽ നിന്ന് എത്തണമെങ്കിൽ ഒരു 100 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ വന്നെത്തുന്നതേ ഉള്ളൂ. എന്തായാലും അടിപൊളിയൊരു സ്ഥലം, തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലം.